ഋതുമോള് ചെയ്തത് ശരിയാണെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായത്. എന്റെ കൊച്ചുമോള് യാമിനിയെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ഞാനല്ലേ മിണ്ടാതിരുന്നത്. എന്റെ പ്ലാന് പാളിപ്പോയല്ലോ ദൈവമേ. ഈ നശിച്ചവളൊന്ന് തകർത്തു കളഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഋതുമോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യം ഉണ്ടാവുന്നു. ഓ, എന്റെ ഋതുമോള് എന്റെ ജീവൻ രക്ഷിച്ചു. അല്ല, എനിക്ക് ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ട് എനിക്കറിയായിരുന്നു ഒരു കുഴപ്പവും വരൂലെന്ന്. ഞങ്ങളുടെ കൃതികമോളെന്ന് പറഞ്ഞാൽ ആരാ? യോ, ബുദ്ധിയുടെ ഒരു നിറകുടം അല്ലയോ, നിറകുടം. അതെ, കൃതികയും കത്രികയൊന്നും അല്ല, ഋതുമോള് അങ്ങനെ വിളിച്ചാ മതി. അങ്ങനെ തന്നെടാ പോത്തെ ഞാൻ വിളിച്ചത്. എടാ, എന്റെ പല്ലെല്ലാം പല വഴിക്ക് നിൽക്കുന്നത് കൊണ്ട് ചില അക്ഷരങ്ങളൊക്കെ കാറ്റായിട്ട് അങ്ങ് പോവും. ഈ അമ്മിണിയമ്മ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. പക്ഷെ നല്ല കൾച്ചർലെസ് ഫെലോയ. അതിലും കോമഡിയാ. ചെറിയമ്മയ്ക്ക് റെസ്റ്റ് വേണം. ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ശരി മോളെ, കൊണ്ടുപോയിക്കെടുത്ത്. വാ ചെറിയമ്മ. അപ്പു, ചെറിയമ്മയ്ക്ക് ജ്യൂസ് കൂടി അടിക്കണേ. വേണ്ട, ഞാൻ ചെയ്യാം. വാ അപ്പു. വാ ചെറിയമ്മ. വാ. മോളെ, എനിക്ക് അവരൊന്ന് നേരിട്ട് കാണണം. മോള് അവരോട് നിന്റെ മുറിയിലേക്ക് വരാൻ പറയൂ. പിന്നെന്താ, എനിക്കിതൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ. ശരി അമ്മ, ഇപ്പൊ വാ. വേണ്ട, അടങ്ങിയേക്കാം. അവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ഇവളോട് എന്തെങ്കിലും പറഞ്ഞ എല്ലാവരും കൂടെ ചാടി എന്റെ നേരെ ഇരച്ചു വരും. ഹലോ, ഞാൻ പറഞ്ഞത് മാഡം കേട്ടില്ലേ? കേട്ടു. എനിക്ക് തൽക്കാലം വരാൻ സൗകര്യമില്ലെന്നേ അവളോട് പറഞ്ഞേക്ക്. ശരി, ഞാൻ ചെന്ന് പറയാം. പക്ഷേ ശരിയും ഇങ്ങോട്ടൊരു വരവ് വരും. അപ്പോ താഴെ നിൽക്കുന്ന എല്ലാവരും കേൾക്കേ, ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ശരിയമ്മാ വിളിച്ചു പറയും. അപ്പോ എല്ലാവരും അറിയും. ഈ വിഷയം എന്റെ അമ്മമ്മ അറിഞ്ഞ യാമിനി, പലരെയും കൊന്നിട്ടുള്ള പോലെ എന്നെ അങ്ങ് കൊന്നേക്കാന്ന് നിങ്ങൾ കരുതിയോ? എന്നെ ഒരു മുഴുഭ്രാന്തിയാക്കി മാറ്റാന്നാ നിങ്ങൾ കരുതിയത്. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഒരാള് വന്ന് തല്ലിക്കെടുത്തി അല്ലേ അംബികെ? നിങ്ങളും മോനൊക്കെ ദുഷ്ടത്തരം മാത്രമേ ചെയ്യൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിങ്ങളുടെ കൂടെപ്പിറപ്പിന്റെ ഭാര്യയല്ലേ? നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നെ അങ്ങോട്ട് തീർത്തേക്കാൻ? യാമിനി, അത് എന്തായാലും ഈ കാര്യം ഞാൻ ആരോടും മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രതാപേട്ടനും ശേഖരേട്ടനും കേക്ക് ഞാനിത്
അമ്മയോട് വിളിച്ചു പറയാൻ പോവാ. യാമിനി വേണ്ട. എന്താ പേടിയുണ്ടോ? അറിയട്ടെ, എല്ലാവരും അങ്ങനെ അറിയട്ടെ. അങ്ങനെ തെറിക്കട്ടെ നിങ്ങളുടെ മുഖം മൂടി. വെളിക്കെ ചിരിച്ചു നടന്നാൽ നിങ്ങളുടെ മനസ്സ് നിറയെ ഇരുട്ടാണെന്നും നിങ്ങളൊരു പിശാചാണെന്നും എല്ലാവരും അറിയട്ടെ. യാമിനി, എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയി. അബദ്ധോ? കൂടുതൽ ക്ഷമാപണമൊന്നും നടത്തല്ലേ. എന്റെ നിയന്ത്രണം പോവും. ഞാൻ പൊട്ടിത്തെറിക്കും. ഞാനൊന്ന് ഒച്ച വെച്ച് എല്ലാവരും വിളിച്ചുകൂട്ടി ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ എന്താ ഉണ്ടാവുന്നെന്ന് നിങ്ങൾക്കറിയോ? അറിയാം. അമ്മ ആ നിമിഷം തോക്കെടുക്കും. നിങ്ങളെയും നിങ്ങളുടെ ആ നശിച്ച സന്തതിയും ഇല്ലാതാക്കും. കൊല്ലാതെ വിട്ട അമ്മ നിങ്ങളെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഈ വീട് ഋതുമോളുടെ പേരിലുള്ളതാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷേ ഞാനത് ചെയ്യില്ല. എന്റെ ശീലവും സംസ്കാരവും അതല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം. ഏതൊരു മനുഷ്യനും ആപത്തിൽപ്പെട്ട അവരെ രക്ഷിക്കാനായി ദൈവം മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. എനിക്കായി അവതരിച്ചത് ഒരു ദേവിയാണ്. ആ ദേവി ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. ആരുടെ രൂപത്തിലാ വന്നേന്ന് നിങ്ങൾക്കറിയാലോ. മോള് വാ.